ഹായ് ഫ്രണ്ട്സ്, ടെക് ബൈറ്റ്സ് മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ 10 ആപ്പിൾ അവരുടെ ഏറ്റവും പുതിയ ഐഫോൺ ലൈനപ്സ് അവതരിപ്പിക്കുകയുണ്ടായി. ഏകദേശം 1.25 മണിക്കൂർ എടുത്ത ഇവന്റിൽ ഐഫോൺസ് കൂടാതെ ആപ്പിൾ വാച്ച് സീരീസ് 5 അതുപോലെ 7th ജനറേഷൻ ഐപാഡ് എന്നിവ അവതരിപ്പിച്ചു. ഈ വീഡിയോയിൽ നമുക്ക് എന്തായാലും 2019 ഐഫോൺസിനെ കുറിച്ച് നോക്കാം. അതിന്റെ സ്പെസിഫിക്കേഷൻസും ഇന്ത്യൻ പ്രൈസിംഗും എല്ലാം നോക്കാവുന്നതാണ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഈ വർഷവും 3 ഐഫോൺസ് ആണ് ആപ്പിൾ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇത്തവണ ആപ്പിൾ ഐഫോൺസിന്റെ നെയിമിംഗിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഐഫോൺ 11, 11 പ്രോ, 11 പ്രോ മാക്സ് എന്നിങ്ങനെയാണ് ആപ്പിൾ പുതിയ ഐഫോൺസിന് പേര് നൽകിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഐഫോൺ 11ന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഐഫോൺ 11 6.1 ഇഞ്ച് ലിക്വിഡ് റെറ്റിന LCD ഡിസ്പ്ലേ ആണ് ആപ്പിൾ നൽകിയിട്ടുള്ളത്. ഐഫോൺ 10R അതേ 720p റെസൊല്യൂഷനിൽ തന്നെയാണ് ഐഫോൺ 11 ഡിസ്പ്ലേയും ഉള്ളത്. 720p ആണെങ്കിൽ പോലും വളരെ മികച്ച LCD സ്ക്രീൻ തന്നെയാണ് ഐഫോൺ 11 നൽകിയിട്ടുള്ളത്. ഇത്തവണ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നൽകിയിട്ടുള്ളത് ക്യാമറയിലും അതുപോലെ പ്രോസസ്സറിലുമാണ്. സെക്കൻഡ് ജനറേഷൻ 7nm A13 Bionic പ്രോസസ്സറും 4GB റാമുമാണ് ഐഫോൺ 11 ഉള്ളത്. ബാറ്ററിയിലും സ്ലൈറ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് ആപ്പിൾ നൽകിയിട്ടുണ്ട്. 3046 mAh ബാറ്ററിയാണ് ഐഫോൺ 11 ഉള്ളത്. ആപ്പിൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് ഐഫോൺ 10Rനേക്കാളും 1 മണിക്കൂർ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ്. ഇത് കൂടാതെ IP68 റേറ്റിംഗും നൽകിയിട്ടുണ്ട്. ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 മെഗാപിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഐഫോൺ 11 ഉള്ളത്. അതിലൊന്ന് നോർമൽ ക്യാമറയും മറ്റേത് വൈഡ് ആംഗിൾ ക്യാമറയുമായിട്ടാണ് ഉള്ളത്. പോർട്രേറ്റ് ഷോട്ട്സ് എല്ലാം കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നൈറ്റ് മോഡും ഇത്തവണത്തെ ഐഫോൺസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നൈറ്റ് ടൈം ഷോട്ട്സ് എല്ലാം കുറച്ചുകൂടെ മികച്ച രീതിയിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ഫ്രണ്ടിൽ 12 മെഗാപിക്സലിന്റെ ക്യാമറയും ഐഫോൺ 11 നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തവണ ആപ്പിൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിനാണ് കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതൊന്നാണ്. 64, 128, 256 GB സ്റ്റോറേജിലും 6 കളർ ഓപ്ഷൻസിലും ഐഫോൺ 11 അവൈലബിൾ ആണ്. അടുത്തത് നമുക്ക് ഐഫോൺ 11 പ്രോ അതുപോലെ 11 പ്രോ മാക്സിനെ കുറിച്ച് നോക്കാം. ഐഫോൺ 10s മാക്സിന്റെ അതേ സെയിം സൈസാണ് ഐഫോൺ 11 പ്രോയ്ക്കും ഉള്ളത്. പക്ഷേ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉള്ള സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഐഫോൺ 11 പ്രോയ്ക്ക് ആപ്പിൾ നൽകിയിട്ടുള്ളത്. സെയിം A13 ബയോണിക് പ്രോസസ്സറും 4GB റാമുമാണ് ഐഫോൺ 11 പ്രോയ്ക്കുള്ളത്. 11 പ്രോയുടെ മെയിൻ സെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. 12 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഐഫോൺ 11 പ്രോയ്ക്കുള്ളത്. റെഗുലർ, വൈഡ് ആംഗിൾ, ടെലിഫോട്ടോ എന്നിങ്ങനെയാണ് ക്യാമറാസ് നൽകിയിട്ടുള്ളത്. ബാറ്ററിയിലും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. 3190 mAh ബാറ്ററിയാണ് ഐഫോൺ 11 പ്രോയ്ക്കുള്ളത്. അതുപോലെ 11 പ്രോ മാക്സിന് 3969 mAh ബാറ്ററിയും ആപ്പിൾ നൽകിയിട്ടുണ്ട്. 4 മുതൽ 5 മണിക്കൂർ എക്സ്ട്രാ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. ഫൈനലി ആപ്പിൾ ഒരു 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജറും പുതിയ പ്രോ ഐഫോൺസിൽ കൊണ്ടുവന്നു എന്നത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. ഐഫോൺ 11 പ്രോയും 11 പ്രോ മാക്സും 64GB, 256GB, 512GB സ്റ്റോറേജിലും 4 കളർ ഓപ്ഷൻസിലും അവൈലബിൾ ആണ്. ഐഫോൺ 11ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 64,900 രൂപയാണ്. അതുപോലെ ഐഫോൺ 11 പ്രോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 99,900 രൂപയും 11 പ്രോ മാക്സിന് 1,99,900 രൂപയുമാണ്. ഇത് കൂടാതെ ഐഫോൺ 8 പ്ലസ് അതുപോലെ ഐഫോൺ 10Rന്റെ പ്രൈസും വളരെ അധികം കുറച്ചിട്ടുണ്ട്. ഐഫോൺ 10R 64GB നമുക്കിപ്പോൾ ഏകദേശം 49,900 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. പുതിയ ഐഫോൺ സെപ്റ്റംബർ 27 മുതൽ ഇന്ത്യയിൽ അവൈലബിൾ ആകുമെന്നാണ് അറിയാൻ സാധിച്ചത്. പ്രീ ഓർഡർ സെപ്റ്റംബർ 20 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് പുതിയ ഐഫോൺസിനെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള വിവരങ്ങൾ. സ്പെസിഫിക്കേഷൻസ് വെച്ച് നോക്കിയാൽ പുതിയ ഐഫോൺസ് മറ്റ് ആൻഡ്രോയിഡ് കോമ്പറ്റീറ്റേഴ്സിന് ശരിക്കും ഒരു വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ സജഷൻസോ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളോ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് അർജുൻ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.